തന്നെ എന്താണ് ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് എന്ന് വിശദീകരിക്കണം, അതുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചുകൂടി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1947-ലും 63-68-ലും യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ചൈനയുമായിട്ടും ഈ കാലഘട്ടത്തിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ യുദ്ധ സമയത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ കറാച്ചിക്ക് പോകുകയാണെന്ന് ഒരിക്കൽ, കേരളത്തിലെ മലപ്പുറത്ത് നിന്ന് ഒരാൾ കറാച്ചിക്ക് പോകണം, അയാൾ കൽക്കത്തയിൽ പോകുന്ന പോലെയോ ബോംബെക്ക് പോകുന്ന പോലെ സാധാരണമായ ഒരു സംഭവമാണ്. ഇങ്ങനെ ഈ കറാച്ചി എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു കച്ചവട കേന്ദ്രമായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അവിടെ ചായക്കട നടത്തുക, അല്ലെങ്കിൽ വെറ്റിലേക്ക് വലിയ മാർക്കറ്റുള്ള സ്ഥലമായിരുന്നു കറാച്ചി. മലപ്പുറമാണെങ്കിൽ വെറ്റില കൃഷി ചെയ്യുന്ന വലിയ സ്ഥലമാണ്. അങ്ങനെ കച്ചവടത്തിന് പോയ കുറേ അധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയത് പോലും ചിലപ്പോൾ അവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. സ്വാതന്ത്ര്യം കിട്ടിയതോ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ വേർപിരിഞ്ഞൊന്നും ഇവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞ് വരുമ്പോൾ തിരിച്ചു വരാൻ നോക്കുമ്പോൾ ചിലപ്പോൾ വിസ പ്രശ്നങ്ങൾ മൂലമോ മറ്റ് സാങ്കേതിക കാരണങ്ങളല്ലോ വരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിട്ടുള്ള ഒരുപാട് പേരുടെ കഥയുണ്ട്. പി ടി കുഞ്ഞുമുഹമ്മദിന്റെ പരദേശി അങ്ങനെ ഒരു കഥയാണ്, അങ്ങനെ ഒരാളുടെ കഥയാണ് ആ സിനിമ. അപ്പോൾ ഈ യുദ്ധകാലത്താണ്, അതായത് ഈ നിയമം വരുന്ന 1963-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, തെറ്റാണ് തിരുത്തണം. അപ്പോൾ യുദ്ധകാലത്താണ് ഈ നിയമം വരുന്നത്. യുദ്ധകാലത്ത് ഈ നിയമം വരുന്ന